ഹലോ ഗായ്സ്, അങ്ങനെ ഷൈമ റഫീഖിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ്. എളുപ്പത്തിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് വീട്ടിൽ അടിപൊളിയായി തന്നെ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ പറ്റും. അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രമാണ്. ഈ പാത്രത്തിലാണ് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 1 കിലോ ചിക്കനാണ്, അത് നന്നായി വൃത്തിയായി കഴുകി വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുള്ള ചിക്കനാണ് ഇത് കാണുന്നത്. അപ്പോൾ 1 കിലോ ചിക്കനാണ് നമ്മൾ ചിക്കൻ ഫ്രൈക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ചിക്കൻ കബാബാണ് ഇടുന്നത്. ചിക്കൻ കബാബ് നമ്മളൊരു 3 ടീസ്പൂൺ or 4 ടീസ്പൂൺ വരെ എടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ എടുക്കുന്നത് ഇതിലേക്ക് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ 1.5 ടീസ്പൂൺ വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തതായി എടുക്കുന്നത് റെഡ് കളറാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ റെഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ഉപ്പ് ആവശ്യം വരുന്നത് അതനുസരിച്ചിട്ടാൽ മതി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 ടീസ്പൂൺ വരെ എടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെള്ളമാണ്. വെള്ളം നമുക്ക് കുറച്ച് ചേർത്താൽ മതിയാവും. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് നേരത്തെ കാണിച്ചു വെച്ച ചിക്കൻ കഴുകി വൃത്തിയാക്കി നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൊത്തത്തിൽ എല്ലാ ചിക്കനും നമ്മൾ ഈ മസാലയിലേക്ക് ഇട്ട ശേഷം കൈകൊണ്ട് നന്നായി ഇതിളക്കി നന്നായി മിക്സ് ചെയ്യുകയാണ്. അതായത് മസാല മൊത്തത്തിൽ ചിക്കനിൽ നന്നായി പിടിക്കണം. അപ്പോൾ നല്ല രീതിക്ക് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമ്മളിത് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മളിത് മാഗ്നേറ്റ് ചെയ്യാൻ ഒരു 1/2 hour വരെ ഇങ്ങനെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്ന് കാണാൻ പറ്റും. അടുത്തതായി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അതിനായി നമ്മൾ ഈ ഒരു ചെറിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. സ്റ്റൗ ഓണാക്കിയ ശേഷം നമ്മൾ ഈ ഒരു ചെറിയ ചട്ടി നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഓയിൽ ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിൽ നന്നായി ചൂടായ ശേഷം നേരത്തെ നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഓരോ പീസുകളായി ഇതിലേക്ക് ഇങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് പീസുകൾ നമ്മൾ ഈ ഓയിലിലേക്ക് ഇടുന്നുണ്ട്. ശേഷം നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഇത് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ മറിച്ചിടാം. ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ നമുക്ക് ഇങ്ങനെ മറിച്ചിടാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ചിക്കൻ പീസും നമ്മളിങ്ങനെ മറിച്ചിടും. എന്നിട്ട് ആ ഭാഗം കൂടി വേവാൻ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ പീസ് നല്ലോണം വെന്ത ശേഷം നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ തവി വെച്ചിട്ടോ ഇങ്ങനെ നമുക്ക് എടുത്ത് മാറ്റിയെടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ ചിക്കൻ പീസും നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ബാക്കിയുള്ള ചിക്കൻ പീസ് കൂടി ഇതേപോലെ നേരത്തെ ചെയ്ത മാതിരി തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. നിങ്ങളിത് ഉറപ്പായും ട്രൈ ചെയ്യണം. 3 ചേരുവ കൊണ്ട് നമുക്കിത് അടിപൊളിയായി തന്നെ ചിക്കൻ ഫ്രൈ വളരെയധികം ക്രിസ്പിയോടെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളിത് ഉറപ്പായും ട്രൈ ചെയ്ത് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ സെർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അടിപൊളിയാണ് ഗൈസ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് നല്ല ടേസ്റ്റോടെ കൂടി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ സ്വന്തം ഷൈമ റഫീഖ് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.